കോഴിക്കോട് മഴവിൽ ബ്രിഡ്ജ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്താലേ നമ്മുടെ പുതിയ പാലം എന്ന് പറഞ്ഞ സ്ഥലത്തെ പുതിയ ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇത്. അടിപൊളി മഴവിൽ ബ്രിഡ്ജ്. എങ്ങനെയുണ്ട്? കളർഫുൾ ബ്രിഡ്ജ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്താലേ കളറ് നോക്കി നിങ്ങൾ. കളർഫുൾ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞിട്ടോ. നമ്മുടെ മഴവിൽ വിബ്ജിയർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആൻഡ് ഐവറി ആൻഡ് ഡാർക്ക് ബ്ലൂ, അവയിട്ട് റെഡ്, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ അടിയിൽ നമ്മുടെ പൈലിംഗ് ക്യാപ്പിന് വേറെ കളർ കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി 12 കളറ്. ചിന്തിക്കാൻ പറ്റുമോ? 12 കളറാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അതിൻ്റെ കൈവരിക്ക് എന്താ, അത് ഐവറി റെഡ് അല്ലേ, അത് ഇതിലുള്ള കളർ തന്നെയാണ്. ഏതായാലും ഇത് ഈ മാസം, അതായത് 20-ാം തീയതി ഉദ്ഘാടനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും ഈ മാസം ലാസ്റ്റിലേക്കായിട്ടോ ഈ മാസം തന്നെ ഉദ്ഘാടനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തു. ഒക്കെ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് ജോലി അവിടെ ഇനി ഉണ്ടോ? അവിടെ ഹൈറ്റ് കാണുന്നുണ്ട്. അതൊക്കെ അടിച്ച് കഴിഞ്ഞായിരിക്കും. അതിൻ്റെ മുകളിലതാ നല്ലൊരു പരുന്ത് വന്ന് നിൽക്കുന്നു. ഇപ്പോൾ വൈകിട്ട് 6 മണി കഴിഞ്ഞു. ഇപ്പോഴും ജോലിക്കാർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ये काम भी कटिंग किधर काम का, ये लोग कटिंग किधर काम खत्म ना उधर ओ സൈഡ് അല്ലേ? ഡ്രെയിനേജ്. ഡ്രെയിനേജ് കാം. യെസ്. അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട്. ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. भाई गाँव किधर? गाँव कोलकाता आदमी. ओके, हमारा आपका ओके. आपका ये ब्रिज छोटा है, हावड़ा ब्रिज बड़ा ब्रिज है ये. ओके, ये ब्रिज में देखेगा आपका का छोटा ब्रिज है. हावड़ा ब्रिज बड़ा और दूसरा बड़ा है. अच्छा काम इधर चलेगा. कालीकट में बड़ा काम है. फिर ये दूसरा नहीं, दूसरा ये आइटम्स इतना कलर डालने का ब्रिज दूसरा नहीं. अच्छा ब्रिज है, स्टाइल കളർഫുൾ ബ്രിഡ്ജ് है. നമ്മളെ കൊൽക്കത്തയിലെ പണിക്കാർ തന്നെ പറയുന്നുണ്ട് എത്ര കളറാണ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തത് അവർ. ഏതായാലും അവർക്ക് തന്നെ ഇതൊരു ഐറ്റംസ് ബ്രിഡ്ജായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. ഏട്ടാ സൈക്കിളേട്ടാ, നമ്മളെ ഈ ബ്രിഡ്ജ് എന്നാ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ? 20-ാം തീയതി ഉറപ്പിച്ചോ? അത് നമ്മളെ മന്ത്രി റിയാസ് സാറെന്നായിരിക്കില്ലേ? നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതന്നാ? നിങ്ങൾ പാല ഉദ്ഘാടനത്തിന് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവില്ലേ? അടിപൊളിയില്ലേ? ഇനി മാങ്കാലൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ സൂപ്പറായിട്ട് പോയിക്കൂടെ? അടിപൊളിയില്ലേ? ഓക്കെ. എന്താ നിങ്ങളെ പേരെന്താ? സായൂജ്, അജ്മൽ, അശ്വിൻ, അദ്വൈത്. ഓക്കെ. ഇതാണ് നമ്മുടെ പുതിയ പാലം അങ്ങാടി. ഈ അങ്ങാടിയിലേക്കുള്ള നമ്മുടെ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം ടാറിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഉദ്ഘാടനത്തിന് ഈ ഭാഗമൊക്കെ റെഡിയാണ്. നമ്മുടെ 2 ഭാഗത്തും ചെറിയ ഡ്രെയിനേജ്. ഈ പാലത്തിൻ്റെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് ചെറിയൊരു ഡ്രെയിനേജ് ഈ ഭാഗത്ത് സെറ്റാക്കി. 2 ഭാഗത്തുണ്ട് ഡ്രെയിനേജ്. ആ ഭാഗത്തെ വളവിലേക്ക് കുറച്ചൊരു വർക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞു, സെറ്റ്. ഡ്രെയിനേജിൻ്റെ വലിപ്പം നമുക്ക് നോക്കണ്ടോ. വലിയ ഇതൊന്നുമില്ല. ഇനി ഇതിൻ്റെ പൈപ്പ് ലൈനുകളും മറ്റും എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹൈറ്റ് കുറഞ്ഞൊരു ഡ്രെയിനേജ്. പാലത്തിൻ്റെ കൈവരികളും എല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി. ടാറിങ് ഡബിളൊക്കെ. ഉദ്ഘാടനം 20-ാം തീയതി അല്ലേ? ഇപ്പം തന്നെ ആളുകൾ ഇതിലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ താൽക്കാലികമായിട്ട് നടക്കാൻ വേണ്ടി ഉള്ള ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒഴിവാക്കിയിട്ടോ കുട്ടികളൊക്കെ ഇതിലെങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്നതിനൊന്നും പ്രശ്നമില്ല. വണ്ടികളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വണ്ടികളൊക്കെ വിടുള്ളൂ കേട്ടോ. ഏതായാലും അടിപൊളി പുതിയ യെസ്. ഇനി ഇവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്താൽ ലൈറ്റ് കാൽ ഫിറ്റിംഗ് ഉണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ബ്രിഡ്ജിൻ്റെ കറക്റ്റ് കാഴ്ച കേട്ടോ.
അടിപൊളി. 11 മീറ്റർ വീതിയിലുള്ള ബ്രിഡ്ജ്, 8 മീറ്റർ ടാറിങ്, 1.5 മീറ്റർ അപ്പുറം 1.5 മീറ്റർ ഇപ്പുറം നമ്മുടെ ഫുട്പാത്ത്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഡ്രെയിനേജ് പോകുന്നത്. ഈ ഒരു കോൺക്രീറ്റിൻ്റെ ആർച്ചാണ്. ഇങ്ങനത്തെ ആർച്ച് ബ്രിഡ്ജാണെങ്കിൽ ആർച്ച് ഇതിൻ്റെ സപ്പോർട്ടാണ്. അടിയിലല്ല പൈലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഗാഡറും ഉഷാറാണ്. പക്ഷെ അതുകൂടാതെ ഈ ആർച്ചിൻ്റെ കോൺക്രീറ്റും കൂടി ആകുമ്പം ഒരുപാട് ഡബിൾ സ്ട്രോങ് ആവട്ടെ ഈ ബ്രിഡ്ജ്. ഇതിൻ്റെ മുകളിൽ വെവ്വേറെ കളറായിട്ട് നല്ല ഹെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വയറിങ്ങിൻ്റെ ലൈനൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അത് വയറിങ്ങിൻ്റെ കേബിളുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഹോൾസ് പുറത്തു കൂടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾസ് ഇടുന്നതാണ്. ഇതിൻ്റെ കാലിൻ്റെ വർക്ക് വേറെ ടീമാണ്. അത് നാളൊക്കെ ആയിട്ട് അതിൻ്റെ വർക്ക് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കനോലി കനാലിൽ കൂടി വരുന്ന വെള്ളത്തിൻ്റെ കളറുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു ടാസ്ക് കൊടുക്കട്ടോ, ഒരു ഗ്ലാസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് ആരും കുടിക്കില്ല. ഓ എന്താ ക്ലിയർ അല്ലേ വീഡിയോ, അജാതി കളറല്ലേ. ഇവിടെ ഉള്ള ഇത് 20-ാം തീയതി ഉദ്ഘാടനം. നിങ്ങൾ ഉദ്ഘാടനത്തിന് അതിൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കല്ലേ? ഉദ്ഘാടനം സംഭവം ഉഷാറാക്കില്ലേ? ഉഷാറാക്കണ നിങ്ങളെ വക, നാട്ടുകാരെ വക എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? അത് സസ്പെൻസ് അല്ലേ? ആയിക്കോട്ടെ. ഈ ഭാഗത്തുള്ള ടാറിങ്ങും ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. നമ്മൾ ലൈറ്റ് പോസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ അടിയിലുള്ള ഈ ഡിവൈഡറിൻ്റെ മുകളിൽ നമ്മുടെ കൈവരിയുടെ സൈഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളാണ് അതൊക്കെ. അവിടെ കാര്യമായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഫുൾ ടാറിങ് കഴിഞ്ഞു കേട്ടോ. അതാ മങ്കാവ് മിനി ബൈപ്പാസ് അതാ അവിടെ കാണാടാ. മിനി ബൈപ്പാസ് ഇവിടെ നിന്ന് അങ്ങ് ദൂരം അങ്ങോട്ട് കാണുന്നുണ്ട്. കുറേ ആളുകളോട് ചോദിച്ചപ്പോൾ അവരെ മുഖത്തൊക്കെ സന്തോഷം കേട്ടോ. നാട്ടുകാർക്ക് മാത്രമല്ല, ടൗണിൻ്റെ നമ്മുടെ ജയിലിൻ്റെ ആ ജംഗ്ഷൻ്റെ തിരക്കുകളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. അതുകൂടാതെ ഇനി നമ്മുടെ പുതിയപാലം തളി ഭാഗത്തേക്കുള്ള ആ റോഡ് അവിടെ നമ്മുടെ MCC ബാങ്കിൻ്റെ ആ ഭാഗത്തേക്കുള്ള റോഡൊക്കെ ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം കുറേ ടൗണിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട് കേട്ടോ. ടൗണിലെ തിരക്കൊക്കെ 4 ഇരട്ടി 10 ഇരട്ടി കൂടിയെന്ന് തന്നെ പറയാം. റോഡ് ഇനി ഉണ്ടാക്കുന്നതൊക്കെ 4 വരി കുറഞ്ഞിട്ടുള്ള ഒരു റോഡും ഇനി ഉണ്ടാക്കാൻ പാടില്ല. ഒരുപാട് ഫ്ലൈ ഓവറും ബ്രിഡ്ജുകളൊക്കെ നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ ഇനിയും വരേണ്ടതുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 കൊല്ലം കൊണ്ട് ഒരുപാട് ഫ്ലൈ ഓവറുകളും റോഡ് വീതി കൂടലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ പുഴയുടെ അടുത്തേക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട്. അവിടേക്കുള്ള ചെറിയൊരു സർവീസ് റോഡാണ് ആ ഭാഗത്തേക്കുള്ള. ആ സർവീസ് റോഡ് ഇൻ്റർലോക്ക് വിരിക്കുകയാണോ, ഒരു ചെറിയ മെഷീനെ കൊണ്ട് അമർത്തുന്നുണ്ടല്ലോ. കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ആ ഭാഗം ഫുള്ള് അങ്ങോട്ടേക്ക് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ കോൺക്രീറ്റുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഈ ഭാഗത്തേക്കും ചെറിയൊരു സർവീസ് റോഡുണ്ട്, 2 ഭാഗത്തേക്കും. അപ്പുറത്തേക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് വീതി എക്സ്ട്രാ തന്നെ ഇവിടെ കൂടുതലുണ്ട്. ബാക്കി ഇതാ ഇതിൻ്റെ ഭാഗത്തുള്ള ഡ്രെയിനേജ്, ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട വെള്ളം അങ്ങോട്ട് കൊണ്ട് പോകാനൊക്കെ ആയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. ഡ്രെയിനേജിൻ്റെ സ്ലാബ് കറക്റ്റ് സ്ലോപ്പിൽ ഓരോ ഭാഗത്തേക്കും ഓരോ കടകളിലേക്കും വീടുകളിലേക്കൊക്കെ പോകേണ്ട ഭാഗങ്ങൾ താത്തിയിട്ടും ബാക്കി പൊങ്ങിയിട്ടും അതിൽ ചെരിവ് ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ കയറി ഇറങ്ങാൻ സുഖമാണ്. മറ്റ് നമ്മുടെ മലപ്പുറം NH-66 വർക്കിൽ NRCയുടെ വർക്കിൽ ഫുട്പാത്ത് മൊത്തം കൊള്ളാടുന്നു. എത്ര 8 ഇഞ്ച് 9 ഇഞ്ച് ഹൈറ്റിലൊക്കെ ചില ഭാഗം കയറി ഇറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്ത് ഇൻഡസ്ട്രിയൽ വർക്കായിട്ടാണല്ലോ, 2 ഭാഗം ഇൻഡസ്ട്രിയൽ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നല്ലൊരു അടിപൊളി പരിപാടി കേട്ടോ. സംഭവം വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഫുട്പാത്ത് വേറെ തന്നെ ആയിട്ട് അവർ സെറ്റാക്കുന്നുണ്ട്. ആ തലക്കുന്ന് വർക്ക് ഇങ്ങനെ ഫുള്ള് ജോലിക്കാരാണ് കേട്ടോ. ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും. 20-ാം തീയതി ഈ മാസം ലാസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ
പിന്നെ പറയുന്നുണ്ട് 20-ാം തീയതിയാണ് കൂടുതൽ ആളുകളും പറയുന്നത്. അപ്പം ഉദ്ഘാടനത്തിൻ്റെ അന്ന് എത്താൻ പറ്റുകയാണെങ്കിൽ ഒരു ലൈവ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പ്രൈമർ അടിക്കുക. നിങ്ങൾ മലയാളികളാ? മലയാളി തന്നെയാണ്. അല്ലല്ല, ഇത് മൂപ്പരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കിന്. നിങ്ങൾ കണ്ടപ്പോൾ നമ്മളെ മലയാളം കണ്ട നമുക്കറിയില്ലേ. നിങ്ങളൊരു കമ്പനീൻ്റെ ജോലിക്കാരാ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ വേറെ ഒരു സബ് എന്നാ? അവലെ കമ്പനിയും പെട്ട ആൾക്കാർ തന്നെ അല്ലേ? അതാ നോക്കി ആക്കാൻ പോലെ. അങ്ങനെ മലയാളികളൊക്കെ ഒരുപാട് വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ മാങ്കാവ് മിനി ബൈപ്പാസ് ഏരിയയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടാറിങ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഇതിൻ്റെ CTSP മിക്സിങ് ഇടുന്നതിന് മുമ്പ് ഇവരിതിങ്ങനെ നിവർത്തി വെക്കും. ഒരു ചാല് പോലുള്ള സാധനമാണത്. അതിൽ നിറച്ചിട്ട് അത് നീർത്തി വെച്ചാൽ കള്ളിയായി മാറും. അതിൽ നിറയ്ക്കുക, ജിയോ ഷീറ്റ് വിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, നമ്മുടെ മിനി ബൈപ്പാസിലേക്ക് കയറുന്ന ഭാഗം നല്ല വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചരിച്ചിട്ട് ഉഷാറാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ഭാഗം ഏകദേശം ഒരു 26 മീറ്റർ 28 മീറ്റർ എന്തായാലും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഈ ഏരിയ, അതുകൂടാതെ കുറച്ചുകൂടി അങ്ങോട്ട് ബെൻഡായിട്ടുണ്ട് കേട്ടോ. റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കയറാനൊക്കെ നല്ല ഉഷാറായിട്ട് വീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ് സെറ്റാക്കി നിൽക്കുകയാണ്. വാഹനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ നാടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഏതായാലും സ്നേഹിതന്മാരെ, നമ്മുടെ 20-ാം തീയതി കോഴിക്കോടിൻ്റെ ഒരു അഭിമാന കാലങ്ങളായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും അടിപൊളി വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഉദ്ഘാടനം തൊട്ടടുത്ത 20-ാം തീയതി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.